ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلهم آتيه يوم القيامة فردا. ഏറ്റവും സ്നേഹമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരിമാരെ, പ്രിയങ്കരനായ അബ്ദുൾ റഷീദ് മാഷ്, അതുപോലെ ഉബൈദുള്ള ഫാറൂഖി, അതുപോലെ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾ, കാരുണ്യവാനായ അർഹമുറാഹിമീനായ ദയാപരനായ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണത്തോടനുബന്ധിച്ചാണ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സ്വാഗതത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഉബൈദുള്ള ഫാറൂഖിയുടെ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്നുള്ളതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യൻ്റെ വിലയറിയാൻ, അവനെ ആദരിക്കുവാൻ, അവനെ ബഹുമാനിക്കുവാൻ, മനുഷ്യനോട് സ്നേഹത്തോടുകൂടെ നിലകൊള്ളുവാൻ, അതിന് പരിശുദ്ധ ഖുർആനിൻ്റെ അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥം കിതാബ്, അതിൻ്റെ നൂറ്, അതിൻ്റെ വെളിച്ചം അത് ഉൾക്കൊള്ളണം. അതിനാണ് ലോകത്തെ ഏറ്റവും നന്നായി കാണാൻ കഴിയുക എന്നുള്ള അതിമഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രമേയത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമുക്കറിയാം. ഫലസ്തീനിലൊക്കെ പിഞ്ചു കുട്ടികളെ ഒരു ദയയും കാരുണ്യവുമില്ലാതെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ലോകത്ത് പല ഭാഗത്തും. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമ്മേളനം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. ഇവിടെ സമ്മേളനം നടത്തുന്ന പല വിഭാഗങ്ങളുമുണ്ട്. മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് മുദ്രാവാക്യം മുഴക്കി, അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്തി, ദീപം തെളിയിച്ച്, അങ്ങനെ പല രൂപത്തിൽ സമ്മേളനം നടത്തുന്ന ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം എന്ന് പറയുന്നത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത്. അതായത് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ, നിഷ്കളങ്കമായ മനസ്സോടുകൂടെ, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് ഇസ്ലാമിക ദഅവത്താണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രദേശങ്ങളിൽ കുടുംബയോഗങ്ങൾ, സൗഹൃദമുറ്റങ്ങൾ, അതുപോലെ തന്നെ പൊതു പ്രഭാഷണങ്ങൾ, കുടുംബ സമ്മേളനങ്ങൾ, മീറ്റിങ്ങുകൾ ഒക്കെ നടത്തുകയുണ്ടായി. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് മംഗലാപുരത്തും അതുപോലെ തന്നെ മദ്രാസിലും ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലും കൊൽക്കട്ടയിലുമൊക്കെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ പ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനസ്സുകളെ അതിന് ശുദ്ധീകരണം വരുത്തുവാൻ, ആത്മസംസ്കരണം വരുത്തുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ്. വിദേശ രാജ്യങ്ങളില് ഖത്തർ, കുവൈത്ത്, ബഹ്റൈന്, UAE, സൗദി അറേബ്യ മാത്രമല്ല, നമ്മുടെ മലയാളികളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക, അതുപോലെ തന്നെ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതാ ഇവിടെ ഖുർആൻ ലേണിംഗ് ക്ലാസ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടക്കുന്നു. അവിടെയൊക്കെ നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയും നമുക്ക് പറയാനുള്ളത്, മനുഷ്യ, നാളെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം എന്ന് പറയുന്നത്, അതിന്റെ പേര് യൗമൽ ഖിയാമ, അന്ത്യനാൾ എന്നുള്ളതാണ്. ആ അന്ത്യനാളിന്റെ പ്രത്യേകത എന്താ? ഇതാ നമുക്ക് ഇവിടെ നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കോടതി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ 19-ാം അധ്യായം സൂറത്ത് മറിയം അതിന്റെ 96-ാമത്തെ വചനം അതിൽ പറയുന്നത്, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും ആ ദിവസം അന്ത്യനാളിൽ വരിക, അള്ളാഹുവിന്റെ അടുക്കൽ വരിക ഏകാഗിയായി കൊണ്ടായിരിക്കും എന്നാണ്. ഫർദ, ഒറ്റക്ക്, ഏകനായിക്കൊണ്ട്, ഏകാഗിയായി കൊണ്ടായിരിക്കും വരിക എന്നാണ്. ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം ഷംസുദ്ദീൻ അൽ ഖുർത്തുബി അദ്ദേഹത്തിന്റെ അൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്ക് വരിക എന്ന് പറഞ്ഞാൽ ഐ വാഹിദൻ, ഏകനായി കൊണ്ടുവരും. ലാ നാസിറ ലഹു വലാ മാലും മഅഹു യൻഫഉഹു, അവന് സഹായം ഉണ്ടാവുകയില്ല. ഇവിടെ നമുക്ക് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ, പഞ്ചായത്തിൽ പോകണമെങ്കിൽ, വില്ലേജിൽ പോകണമെങ്കിൽ എവിടെയും നമുക്ക് സഹായമുണ്ട്. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ സഹായി നമുക്ക് ഉണ്ടാവും. പക്ഷേ പരലോകം എന്ന് പറയുന്നത് ലാ നാസിറ ലഹു വലാ മാലുൻ മഅഹു യൻഫഉഹു എന്നാണ്. അവന് സഹായം ഉണ്ടാവുകയില്ല, അവന് ഉപകാരപ്പെടുന്ന സമ്പത്തുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഏതുപോലെ പരിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറാ, നമ്മുടെ മൗലവിയുടെ പ്രാരംഭത്തിൽ, ഈ സദസ്സിന്റെ ആരംഭത്തിൽ ഓതിയിട്ടുള്ള ആയത്തുകൾ ഉണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകം എന്ന് പറയുന്നത് അവിടെ സന്താനങ്ങൾ ഉപകാരപ്പെടുകയില്ല, സമ്പത്ത് ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ മനസ്സുമായി കൊണ്ട് അല്ലാഹുവിനെ സമീപിച്ചവരൊഴികെ. എന്താണ് ശുദ്ധമായ മനസ്സ്? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഒന്നാമതായിട്ട് ശിർക്കിന്റെ, ബഹുദൈവ വിശ്വാസത്തിന്റെ, ബഹുദൈവാരാധനയുടെ അംശം പോലും, ഒരു തരിമ്പ് പോലും, ഒരു കടുകുമണിയുടെ തൂക്കം പോലും നമ്മുടെ ജീവിതത്തിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതാണ് സലീമായ ഹൃദയം എന്ന് പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായിട്ട് തൗഹീദ് ഉണ്ടാവുക എന്നാണ്. കേരള നിദുവത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതിന് കോടാനകോടി സമ്പത്തില്ല, ഒരുപാട് സ്ഥാപനങ്ങളില്ല. പക്ഷേ ഇതിന് ഒന്നുണ്ട് പ്രിയമുള്ളവരെ, എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ള ശുദ്ധമായ 916 കാരറ്റ് സ്വർണം എന്ന് പറയുന്നത് പോലെ കലർപ്പില്ലാത്ത തൗഹീദ് നെഞ്ചേറ്റിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേരള നിദുവത്തുൽ മുജാഹിദീൻ മർകസുദ് ദഅവ.
ഈ പ്രസ്ഥാനത്തിനെന്നും പറയാനുള്ളത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് നബി പറഞ്ഞത്? സൂറത്തുൽ ജിൻ എടുത്തു നോക്കൂ. അതിന്റെ ആമുഖത്തിൽ കാണാൻ വേണ്ടി കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. സഹോദരങ്ങളെ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം? ഒരുപാട് സമ്മേളനങ്ങൾ നടത്തിയല്ലോ. ഒന്നാമത്തെ സമ്മേളനം പുളിക്കലാണ് നടന്നത് എന്നുള്ളതാണ്. പുളിക്കൽ നടന്നു, പിന്നീട് ഫറോക്കിൽ നടന്നു, പിന്നെ കുറ്റിപ്പുറത്ത് നടന്നു, പാലക്കാട് നടന്നു, പിലാത്തറ നടന്നു, വയനാട് നടന്നു, കോഴിക്കോട് നടന്നു, പിന്നെ കോട്ടക്കൽ ഭാഗത്ത് നടന്നു. ഇപ്പൊ ഇതാ നമ്മുടെ കരിപ്പൂരിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്തിന് നൽകിയ സന്ദേശം എന്താ? ഈ ലോകത്തിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് ഷിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് തൗഹീദിലേക്ക്, അല്ലാഹുവിന്റെ വഹദാനിയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യും? ആളുകൾ വരും, മയ്യത്തിന്റെ ചുറ്റുഭാഗത്തിരുന്ന് ഓതും. പള്ളിയിൽ ദർസിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് പണം കൊടുത്തിട്ട് ആ മയ്യത്തിന് ചുറ്റും ഓതുക. അങ്ങ് ഈ മനുഷ്യൻ, ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന് ഇത് അറിയോ? ഈ ആയത്തുകളുടെ അർത്ഥം അറിയോ? ഇല്ല. പക്ഷെ എങ്ങനെ ഓതുക? അതാര് പഠിപ്പിച്ചതാ? അള്ളാഹു പഠിപ്പിച്ചതാണോ? അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? സ്വഹാബത്ത് പഠിപ്പിച്ചതാണോ? അല്ലല്ലോ. പക്ഷേ ഇങ്ങനെ മയ്യത്തിന്റെ ചുറ്റുഭാഗം ഓതുക. എന്തെല്ലാം അനാചാരങ്ങളാണ്! നിങ്ങൾ നോക്കുക, ആ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ യാസീൻ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു, അവസാനത്തെ സൂറത്തുകൾ ഓതുന്നു. എന്നിട്ട് സുദീർഘമായ ദുആ. ആ ദുആ എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അസ്മാഉൽ ബദരീൻ, അതുപോലെ തന്നെ ഉഹുദീൻ, ഖന്ദഖീൻ, അവരുടെയൊക്കെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ടാണ് ദുആ ചെയ്യുന്നത്. മമ്പുറന്തങ്ങളുടെ ഹക്ക് കൊണ്ട് പോലും ദുആ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളൊക്കെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഖുർആന് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. ഏതെങ്കിലും ഒരു പ്രാർത്ഥന, നൂറുകണക്കിന് പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഏതെങ്കിലും ഒരു ദുആ, ഏതെങ്കിലും ഒരു നബിയുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ അങ്ങനെ പ്രാർത്ഥിച്ചത് ഖുർആനിലുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. എന്നിട്ട് ഈ ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ നബിയുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുന്നു. അല്ലാഹുമ്മ ഔസിൽ സവാബ മിസ്ലമാ ഖറഅനാഹു ഹദിയതൻ വഅസ്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ ഹളറത്തിലേക്ക് ഇതിന്റെ കൂലി, ഈ ഖുർആൻ ഓതിയതിന്റെ കൂലി അവർ ഹദിയ ചെയ്യുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്തുൻ നജ്മ് അതിന്റെ 39-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യന്, ഒരു വ്യക്തിക്ക്, അവന് നാളെ റബ്ബിന്റെ കോടതിയിൽ അവൻ അധ്വാനിച്ചത് മാത്രമാണ് ഉണ്ടാവുക. ഒരു മനുഷ്യൻ നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ അവന്റെ പിതാവ് പുണ്യകർമ്മം ചെയ്തതുകൊണ്ടോ, അവന്റെ മാതാവ് ഹജ്ജ് ചെയ്തതുകൊണ്ടോ, അവന്റെ ഭാര്യ തഹജ്ജുദ് നമസ്കരിച്ചത് കൊണ്ടോ കാര്യമില്ല. അവന് രക്ഷ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ ഈമാനും അമൽ സ്വാലിഹാത്തുകളും നന്നാകണം. അപ്പോ സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ ആയത്ത് ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇമാമായിട്ടുള്ള മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മരിച്ച ആളുകൾക്ക്, മയ്യത്തുകൾക്ക് ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ ലാ യസ്ലു ഇലൽ മൗതാ, മരണപ്പെട്ടവർക്ക് അത് എത്തുകയില്ല. കാരണം എന്താ? ലിഅന്നഹും ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. അത് അവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല, അവരുടെ അമലിൽപ്പെട്ടതല്ല, അവരുടെ സമ്പാദ്യത്തിൽപ്പെട്ടതല്ല.
അതുകൊണ്ടാണ് ലം യന്ദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തരാത്തത്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇങ്ങനെയുള്ള ഖുർആനോത്ത് മാത്രമല്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുക. നിങ്ങൾ കേട്ട് കാണും, ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഒരുപാട് അനാചാരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് ജാഥക്ക് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ അങ്ങനെ ദിക്റുകൾ ചൊല്ലി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ. ഇപ്പോ 3-ാമത്തെ ദിവസം കണ്ണൂക്ക്, 7-ാമത്തെ ദിവസം അടിയന്തരം, 14-ാമത്തെ ദിവസം, അങ്ങനെ ചില വീടുകളിലൊക്കെ 40 ദിവസം തുടർച്ചയായിട്ട് മൗലൂദുകൾ നടത്തുക. അപ്പൊ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങള്, ശിർക്കൻ പ്രവർത്തനങ്ങൾ ആരാണ് എതിർത്തത്? മുജാഹിദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ എതിർത്തു. ഈ മയ്യത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്താൽ അവിടെ കത്തപ്പുര എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ എടുത്തുപോയി കുറേയൊക്കെ. എങ്ങനെയാണ് എടുത്തുപോയത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന നിമിത്തമാണ്. കത്തപ്പുര എന്ന് പറഞ്ഞാൽ മരിച്ച ഉടനെ ആ മയ്യത്ത് കബറിലേക്ക് വെച്ച് കബർ മൂടി ആളുകൾ 3 പിടി മണ്ണൊക്കെ വാരിയിടും. അങ്ങനെ തസ്ബീത്ത് ചൊല്ലും. ആദ്യമൊക്കെ തൽഖീന ചൊല്ലാറുണ്ടായിരുന്നത്, ഇപ്പോഴും തൽഖീന് ചൊല്ലാറുണ്ട്. എന്താ തൽഖീൻ എന്ന് പറഞ്ഞാൽ? അതായത് 2 മലക്കുകൾ നിന്റെ അടുത്ത് വരും. ആ മലക്കുകൾ എന്ന് പറയുന്നത് നിന്നോട് ചോദ്യം ചോദിക്കും. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന് ചോദിക്കും. അപ്പോ ഫഖുൽ റബ്ബി അല്ലാഹ്, നിന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് നീ പറഞ്ഞോ എന്നാണ്. ആരോടാ പറയുന്നത്? അറബിയൊന്നും തിരിയാത്ത, മരിച്ചുപോയ, കേൾക്കാത്ത ഈ കബറടക്കം ചെയ്ത വ്യക്തിയോടാണ് കബറിന്റെ മുകളിൽ നിന്ന് പള്ളിയിലുള്ള മുക്രി ഇത് പറഞ്ഞു വായിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ആരാണ് നിന്റെ ഇമാമ്, ആരാണ് നിന്റെ റസൂല്, ഇതൊക്കെ ചോദിക്കാൻ. അത്തരം കാര്യങ്ങളെ ശക്തമായി എതിർത്തു. എന്നിട്ട് തസ്ബീത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. തസ്ബീത്ത് ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തൊക്കെ കബറിലിറക്കി വെച്ച് കഴിഞ്ഞാൽ, അതിന് മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മണ്ണ് വാരിയിടുമല്ലോ, അതൊക്കെ സുന്നത്താണ്. ആ മണ്ണ് വാരിയിട്ടിട്ട് സഹോദരങ്ങളെ തസ്ബീത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതാ നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടല്ലോ, ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലൂ ലഹു തസ്ബീത്ത്. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കബറടക്കം ചെയ്ത ഈ വ്യക്തിക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന്റെ പാപങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ്. അദ്ദേഹത്തോട് മലായികത്തുകൾ ചോദ്യം ചോദിക്കും. ആ സമയത്തിൽ ധൈര്യത്തോടുകൂടെ ആ ചോദ്യങ്ങൾക്ക് ജവാബ് പറയുവാൻ, ഉത്തരം പറയുവാനുള്ള ധൈര്യം ആ മയ്യത്തിനുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് തസ്ബീത്തിനെ ചോദിക്കുക. അതാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെയുള്ള സന്ദർഭത്തിൽ തസ്ബീത്ത് ചൊല്ലുന്നത്. അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ, اللهم ألهمه الجواب، اللهم جاف القبر عن جنبيه، اللهم اغفر له وارحمه، اللهم آمنه من كل الفزع. മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. اللهم ثبته عند السؤال. അല്ലാഹുവേ, മലായികത്തുകൾ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ധൈര്യത്തോടുകൂടെ നിൽക്കാനുള്ള ഒരു തൗഫീഖ് നീ നൽകണേ എന്നുള്ളതാണ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നാഥ നീ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്നാണ്. ആ മയ്യത്തിന് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം അങ്ങനെ പറയാനല്ല, അത് ഇൽഹാം നൽകണേ എന്നുള്ളതാണ്. അതുപോലെ ഖബർ വിശാലമാക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ അദ്ദേഹത്തിന് കരുണ ചെയ്യണേ. മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ആ ആഹ്വാന പ്രകാരം, കൽപ്പന പ്രകാരമാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്.
അവസാനമായിട്ട് അതിലുള്ളത് അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഖബർ എന്ന് പറയുന്നത് ഭയാനകതയുടെ, ഏകാന്തവാസത്തിന്റെ, ഏകാന്തതയുടെ ഒരു വീടാണ്, ഇരുട്ടറയാണ്. അവിടെ ഭയമുണ്ടാകും. അപ്പോ ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്തിന് എല്ലാ ഭയങ്ങളിൽ നിന്നും, എല്ലാ പേടിയിൽ നിന്നും റബ്ബേ നീ നിർഭയത്വം നൽകണമേ. അതാണ് അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പോ ഇതൊക്കെ ഈ സമൂഹത്തിൽ നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ നാട്ടില് അവിടുത്തെ മഹല്ല്, അവിടെ സമസ്തയുടെ നേതൃത്വമാണല്ലോ. അവരിപ്പോ തസ്ബീത്തൊക്കെ ചൊല്ലാൻ തുടങ്ങിയിട്ട് 8-10 വർഷമായി. അതിനു മുമ്പുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഉണ്ടായത്? നിരന്തരമായി ഇതുപോലെ സമ്മേളനങ്ങളൊക്കെ നടത്തി, പ്രചരണങ്ങൾ നടത്തി, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഷിർക്കിനെ സംബന്ധിച്ച്, അതായത് കയ്യിൽ നൂല് ബന്ധിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതായത് രോഗം വന്നാൽ ചികിത്സിക്കൂല, രോഗം വന്നു കഴിഞ്ഞാൽ നൂലൂതും, ഏലസ് കെട്ടും, ഐക്കല്ല് കെട്ടും. ഇപ്പോഴും പല കുടുംബങ്ങളിലും രോഗം വന്നു കഴിഞ്ഞാൽ ഐക്കല്ല് കെട്ടുക. ചെറിയ 30 ദിവസം 40 ദിവസമൊക്കെ പ്രായമുള്ള കുട്ടിയുടെ അരയിലൊക്കെ ഐക്കല്ല് കാണാം. അപ്പൊ ഇതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് ബന്ധിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തു. അപ്പൊ ഇതുപോലെയുള്ള വചനങ്ങളൊക്കെ പറഞ്ഞ് നിരന്തരമായി, അതുപോലെ പിഞ്ഞാണത്തിലെഴുത്ത്, പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ സുഖപ്രസവം നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിഞ്ഞാണം എഴുത്ത്, ഇതൊക്കെ പണ്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ ചുറ്റുപാടിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എടത്തനാട്ടുകര എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വളരെ മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ അത്യധ്വാനം ചെയ്തിട്ട് 10-22 മഹല്ലുകൾ ഇവിടെ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഉണ്ടായി. ഇവിടെ ഇതാ ഞാൻ മഗ്‌രിബിക്ക് പള്ളിയിൽ പോയപ്പോ ആ ചെറിയ പള്ളിയിൽ നമസ്കരിക്കാൻ സ്ത്രീകൾ വന്നിരുന്നു. അപ്പോ അതൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ അധ്വാനിച്ച് ഈ നിരന്തരം ആയത്തുകളും ഹദീസുകളും പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ച്, ഇവിടെ തൗഹീദുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ തൗഹീദിന്റെ കോട്ടയിലേക്ക് ഷിർക്കിന്റെ വാഹകരായി പലരും കടന്നു വരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ കൂരിരുട്ടിൽ, ഇരുണ്ട കൂരിരുട്ടിൽ കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ വളരെ നിഗൂഢമായി കൊണ്ട് ഈ സമുദായത്തിലേക്ക് ഷിർക്ക് വരും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഷിർക്ക് വരും എന്നുള്ളത് സൂക്ഷിക്കണം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് രോഗം വന്നാൽ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചാൽ മാത്രം പോരാ, മറിച്ച് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് പിന്നെ അത് സേവിക്കണം, കുടിക്കണം എന്നുള്ളതൊക്കെയാണ്. അന്ധവിശ്വാസമാണത് പ്രിയമുള്ളവരെ. 920 കാലഘട്ടം മുതൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ നിരന്തരമായി പ്രബോധനം ചെയ്തു വന്നിട്ട് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ആളുകൾ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മന്ത്രവാദികൾ, എത്ര തങ്ങന്മാർ, എത്ര ബീവിമാര് ഈ സമൂഹത്തിലുണ്ട്. അവര് മാട്ടുമാരണം നടത്തുകയാണ്. മാട്ടുമാരണം, കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വന്നു, കഷ്ടപ്പാട് വന്നു, കച്ചവടത്തിൽ നഷ്ടം വന്നു, ഗൾഫിൽ പോയ മോൻ ജോലി കിട്ടാതെ നേരെ തിരികെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് സംശയം, ഇതാ അപ്പുറത്തുള്ള മയമാക്ക അവർ ചെയ്തതാണ്, അവരേതോ ബീവിൻ്റെ അടുത്ത് പോയിട്ട് ചില വിദ്യ ചെയ്തതാണ് എന്ന്, അതായത് കൂടോത്രം ചെയ്തതാണ് എന്നുള്ള വിശ്വാസം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ അല്ലാഹുവിന്റെ കിതാബിലെ, അല്ലാഹുവിന്റെ ഖുർആനിലെ, എന്നാ മറ്റേ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹിഹായ സുന്നത്തില്ലേ? ഈ ഖുർആനും സുന്നത്തും എന്താണ് പഠിപ്പിക്കുന്നത്? ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് റബ്ബുൽ ഇസ്സത്ത് ഒരു നന്മ വിധിച്ചു കഴിഞ്ഞാൽ ആ നന്മ തടയാൻ ആർക്കും കഴിയില്ല. ഒരു ദോഷം വിധിച്ചു കഴിഞ്ഞാൽ
ആ ദോഷം തടയാൻ, അത് മാറ്റിത്തരാനും ആർക്കും കഴിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ 10-ാം അധ്യായം സൂറ യൂനുസ് അതിന്റെ 107-ാമത്തെ വചനം, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു നിങ്ങൾക്ക് ഒരു ദോഷം, ഒരു ദുരിതം, ഒരു അപകടം നിങ്ങൾക്ക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ അപകടം മാറ്റാൻ ആർക്കും കഴിയില്ല. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അതായത് ആ റബ്ബുൽ ഇസ്സത്തിന് മാത്രം. ഇനിയോ ഒരു നന്മ ഉദ്ദേശിച്ചാലോ, ഒരു നന്മ, നമുക്ക് കുറെ സമ്പത്ത് തരണം എന്ന് റബ്ബ് വിചാരിച്ചു എന്ന് വിചാരിക്കുക. മനോഹരമായൊരു വീട്, അല്ലെങ്കിൽ നല്ല ചന്തമുള്ള ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങള്, അതൊക്കെ അല്ലാഹു തആല നമുക്ക് വിധിച്ചു എന്ന് കരുതുക. അത് തടയാൻ ഒരു കണ്ണ് നോട്ടക്കാരനും സാധ്യമല്ല, ഒരു കരിങ്കണ്ണനും സാധ്യമല്ല. ഖുർആൻ പറയാ, അത് തട്ടിമാറ്റാൻ, അല്ലാഹുവിന്റെ ഔദാര്യം തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല. അത് വിശുദ്ധ ഖുർആൻ പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഇവിടെ തങ്ങന്മാരും ബീവിമാരും ഒക്കെ കൂടോത്രം ചെയ്യുകയാണ്. ആ കൂടോത്രം ഫലിക്കും. അതുകൊണ്ട് ഈ രാജ്യത്ത്, ലോകത്ത് അപകടമുണ്ടാക്കാൻ കഴിയും, നന്മയുണ്ടാക്കാൻ കഴിയും എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്താ കാരണം? നിങ്ങൾ നോക്കൂ. കൂടോത്രം ആരണം എന്ന് പറയുന്നത് പിശാചിനെ, ശൈത്താനിനെ പൂജിച്ച് സേവിച്ച് മറഞ്ഞ മാർഗത്തിലൂടെ ആ പിശാച് ഈ സേവയിലൂടെ, പൂജയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദ് അതിന്റെ 13-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ എന്നാണ്. അതായത് അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യപ്പെടുന്നവർ, ആരാധിക്കപ്പെടുന്നവർ, അവർ ഒട്ടും ഉത്തരം ചെയ്യൂല എന്നാ. അതായത് അല്ലാഹുവിന് പുറമെ ആരാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, അവക്ക് ഇബാദത്ത് ചെയ്താൽ, പ്രാർത്ഥന നിർവഹിച്ചാൽ, അവര് ലാ യസ്തജീബൂന ലഹും ബിശൈ, ഒട്ടും ഉത്തരം ചെയ്യൂല ഖുർആൻ പറയാ. ഖണ്ഡിതമായിട്ട് പറയാ. പിന്നെ എങ്ങനെയാ? പിശാചിനെ പൂജ ചെയ്താൽ ആ പിശാച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നയാൾക്ക് ദോഷം ചെയ്യും എന്ന് വിശ്വസിക്കുക ഖുർആനിന് വിരുദ്ധമാണ്. പ്രിയമുള്ളവരെ, ശിർക്കൽ വിശ്വാസമാണ്. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകൾ, അവരൊക്കെ മുസ്ലിങ്ങൾക്ക് എത്ര ദ്രോഹ ചെയ്യുന്നത്. ആർക്കെങ്കിലും ചെയ്താൽ പോരെ? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇതിനൊന്നും ഒരു ഫലവുമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി അവർക്ക് ഇങ്ങോട്ട് ശത്രുതയുണ്ടല്ലോ, അപ്പൊ മുസ്ലിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വെക്കാം. എന്നാൽ അവരെന്തുകൊണ്ട് ഇങ്ങോട്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവർക്കറിയാം ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ട്, ഈ മാരണം കൊണ്ട് അതിന് ഫലമുണ്ടായിരുന്നുവെങ്കിൽ, ഇതാ ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ടല്ലോ, ആ പുഴയിലെ വെള്ളമൊക്കെ പെട്രോളാക്കാമായിരുന്നു. ഇവിടെ എത്രയോ ഉയർന്നു നിൽക്കുന്ന മലകളുണ്ട്, ഈ സൈലന്റ് വാലി ഒക്കെ. ആ മലയിലെ കല്ലും മണ്ണും എടുത്ത് സ്വർണമാക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് അത് സാധിക്കാതെ പോകുന്നത്? മാരണം കൊണ്ട് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല, അതിനൊരു ഫലവുമില്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങള് നമ്മുടെ സമൂഹത്തില് ഈ മുസ്ലിയാക്കന്മാര്, തങ്ങന്മാര്, ബീവിമാര്, പണിക്കന്മാര്, ജ്യോത്സ്യന്മാര്, അവരൊക്കെ പിന്നെ കൊണ്ടു നടന്നിരുന്ന ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങള്, അത് തുടച്ചു മാറ്റപ്പെട്ടത് ഇതുപോലെയുള്ള സമ്മേളനങ്ങളും അതുപോലെ പ്രചാരണ പ്രവർത്തനങ്ങളും നിമിത്തമാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരിക്കുന്നത് വരെ, ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് വരെ ശുദ്ധമായ തൗഹീദിന്റെ വക്താക്കളാകണം. എന്തുകൊണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരെങ്കിലും ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ
3116 നമ്പറായി കൊണ്ട് പറയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരുവൻ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേ ആരാധനക്കർഹനായിക്കൊണ്ട് പ്രാർത്ഥനക്കർഹനായിക്കൊണ്ട് ജല്ല ജലാലായിട്ടുള്ള പടച്ച റബ്ബല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുവോ, എന്നിട്ട് ആ വിശ്വാസത്തോടുകൂടെ മരണപ്പെട്ടുവോ, അവന് സ്വർഗമുണ്ട്. അതാണ് റസൂൽ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ആയത്ത് ഏതാ? ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നത്, ഫമയ്യക്ഫുർ ബിത്താഗൂത്ത്, ആരെങ്കിലും അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാ ശക്തികളെയും അവക്കൊന്നും ആരാധനക്കുള്ള അർഹതയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അവയെ നിഷേധിക്കുകയാണെങ്കിൽ, അവയെ നിഷേധിക്കണം. ഈ ബദരീങ്ങളാകട്ടെ, മമ്പുറന്തങ്ങളാകട്ടെ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആകട്ടെ, ഇനി ജിന്നാകട്ടെ, മലക്കാകട്ടെ, മറ്റുള്ള അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, അവക്കൊന്നും ആരാധനക്ക് പ്രാർത്ഥനക്കുള്ള അർഹതയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എന്താ കാരണം? അവരൊന്നും ദൈവങ്ങളല്ല, അവരൊക്കെ സൃഷ്ടികളാണ്, പടപ്പുകളാണ്. അവർക്ക് ഒരു കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർക്കൊന്നും അതിനുള്ള അർഹതയില്ല എന്ന് മനസ്സിലാക്കി ഉറച്ച് വിശ്വസിച്ച് വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ വിശ്വസിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെന്നാണ്. ആദ്യം ഒരു ഇലാഹുമില്ല എന്ന് ഉറപ്പിക്കണം, ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ നെഞ്ചേറ്റി കഴിഞ്ഞാൽ അവൻ ബലിഷ്ഠമായ കയറിലാണ് മുറുകെ പിടിച്ചത് എന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിലെ എന്തെങ്കിലും പരീക്ഷണം ഉണ്ടായാൽ, എന്തെങ്കിലും ദുരിതമുണ്ടായാൽ അവൻ ഉഴലൂല, അവന്റെ മനസ്സ് പതറൂല. എന്ന ഒരു തങ്ങളെടുത്ത് പോകാം. ഇഷ്ടംപോലെ തങ്ങന്മാരാ ഞങ്ങളുടെ അടുത്ത്. ഇതാ ഒരു തങ്ങൾ വന്നിട്ടുണ്ട്, നൂറേ ഹബീബ് തങ്ങൾ എന്ന് പറയും. അവിടെ സ്വലാത്ത് മജ്ലിസൊക്കെ നടത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നതെന്നാണ്. അപ്പൊ അവിടേക്കൊക്കെ ഒരുപാട് വനിതകൾ ഒഴുക, നൂറുകണക്കിന് സ്ത്രീകളാണ് മാസം തോറും വരുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ചൂഷണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ഈ മണ്ണാർക്കാട് മേഖലകളിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നമ്മൾ പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ 3, 4, 5, 6 തീയതികളിൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സമയം പോലും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടാൽ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു കുട്ടിക്ക് അസുഖം വരുമ്പോൾ, ഒരു കുട്ടി മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മാറാ രോഗം വരുമ്പോൾ, എന്നാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറ്റല്ല, ഇനി ഒരു തങ്ങളെടുത്ത് പോകാം എന്നുള്ള ചിന്ത വരില്ല. റബ്ബ് തന്നതാണ്, റബ്ബാണത് അതിന് ശിഫ നൽകാൻ എന്നുള്ള ചിന്തയാണ്. അത് തന്നെയാണ് ഇവിടെ ആരംഭത്തിൽ ഓതിയിട്ടുള്ള ആയത്തുണ്ടല്ലോ, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അതിന് ശിഫ നൽകുവാൻ ആ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബാണ്. നമുക്ക് രോഗം വന്നാൽ ആ രോഗം മാറ്റാൻ റബ്ബ് മാത്രമാണ് പ്രിയമുള്ളവരെ, മറ്റൊരു ശക്തിക്കും കഴിയൂല. ഇപ്പോ റുഖിയ ശർഇയ്യ എന്ന് നിങ്ങൾ കേട്ട് കാണും. റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമല്ല. റുഖിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? രോഗം മാറാനുള്ള പ്രാർത്ഥന, ദുആ, അതിനാണ് റുഖിയ എന്ന് പറയാ. അപ്പോ സഹീഹുൽ ബുഖാരിയിലെ ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള റുഖിയ വിവരിക്കുന്ന അധ്യായം നമുക്ക് കാണാം. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നിപ്പോൾ ആളുകൾ റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞിട്ട്
ഈ പിന്നെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, യുവാക്കൾക്കൊക്കെ, ആർക്കാകട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിലൊക്കെ കൊടുക്കുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ ഒരു റൂമിൽ കൊണ്ടുപോയി ഖുർആനൊക്കെ പ്ലേ ചെയ്ത് പ്രത്യേക രൂപത്തിൽ പിന്നെ ഖുർആൻ തെറാപ്പി നടത്തുകയാണ് പല പ്രദേശങ്ങളിലും. അതിന് നോട്ടീസ് അടിച്ചിട്ട് കൺസൾട്ടിങ് ഫീസ് വാങ്ങുന്നു 50,000 75,000 ഒക്കെ. നഊദു ബില്ലാഹ്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച റുഖിയ എന്താണ്? സഹീഹുൽ ബുഖാരിയിലുണ്ട്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരിൽ ചിലർക്ക് അസുഖമുണ്ടാകുമ്പോൾ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. സഹീഹുൽ ബുഖാരിയിലെ 5743 വചനത്തിൽ കാണാം, അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅബ്ബിദു ബഅദ അഹ്ലിഹി. അള്ളാന്റെ റസൂല് തന്റെ ഭാര്യമാരിൽ ചിലർക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുമായിരുന്നു. യംസഹു ബിയദിഹിൽ യുംനാ, തന്റെ വലത് കൈ കൊണ്ട് അവരെ തടവും. വയഖൂൽ, എന്നിട്ട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമ. ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഈ രോഗം ഈ വ്യക്തിക്ക് നീ ശിഫയാക്കി കൊടുക്കണേ. ഇദ്ദേഹത്തിന് ഒരു രോഗവും അവശേഷിക്കാത്തവണ്ണം പൂർണ്ണമായ സുഖം നീ നൽകണമേ. അതാണ് അള്ളാന്റെ റസൂൽ നടത്തിയിട്ടുള്ള റുഖിയ, പ്രാർത്ഥന, രോഗം മാറാനുള്ള പ്രാർത്ഥന. ഇതിനൊരു പുരോഹിതന്റെയോ ഒരു മൗലവിയുടെയോ തങ്ങളുടെയോ ആവശ്യമില്ല. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു, ഇനിയോ ഭാര്യയ്ക്ക് ഭർത്താവിന് ചെയ്യാം. അത് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്ന പിന്നെ അവസാനത്തെ നിമിഷങ്ങളുണ്ടല്ലോ, അവസാനത്തെ 4-5 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേകമാണ്. മരിക്കുന്ന ദിവസം എന്ത് നടന്നു, മരിക്കുന്ന ദിവസത്തിന്റെ തൊട്ട് തലേ ദിവസം എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതില് അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? നബിക്ക് ഇങ്ങനെ രോഗം മൂർച്ഛിച്ച ഘട്ടത്തില് അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടവുമായിരുന്നു. എന്താ പ്രാർത്ഥിക്കുക? മുഅവ്വിദാത്ത് എന്ന് പറയുന്ന രക്ഷ തേടാനുള്ള അധ്യായങ്ങൾ. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള അധ്യായങ്ങൾ. അത് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ആ 3 സൂറത്തുകളും ഓതിക്കൊണ്ട് കൈകളിൽ ഊതി അങ്ങനെ ശരീരമാസകലം തടവുക. റസൂലുള്ള മരിക്കുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്യുന്ന അത് നമുക്ക് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് തുപ്പുക, സംസത്തിൽ ഊതുക, തേരിൽ ഊതുക, ഇതൊന്നും റസൂലുള്ള പഠിപ്പിച്ചതായിട്ട് ഒരു ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്. അത് ഈ സമസ്തക്കാർ പോലും കൈയൊഴിക്കുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറയുന്നത് അത് ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഗ്രന്ഥമാണ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 1-ാമത്തെ വചനം, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. നബിയേ, ഈ വിശുദ്ധ വേദഗ്രന്ഥം, അല്ലാഹുവിന്റെ കിതാബ് ഇതാ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിന്? ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, നൂറിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി. ഖുർആൻ എന്ന് പറയുന്നത് എത്രയോ മനുഷ്യരുടെ മനസ്സുകളില് ബഹുദൈവ വിശ്വാസമാണ്, ബഹുദൈവ ആരാധനയാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ ആളുകൾ ഏർവാടിയിൽ പോകുന്നു, അജ്മീറിൽ പോകുന്നു, മുത്തുപേട്ട പോകുന്നു, അതുപോലെ തന്നെ ഭീമാപള്ളിയിൽ പോകുന്നു, അതുപോലെ സകല ജാറങ്ങളിലും പോകുന്നു. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ എത്ര ജാറങ്ങളാ! അതാ കമ്മുസൂഫിയും നാട്ടുകല്ലും അതുപോലെ തന്നെ അമ്പംകുന്നും, അങ്ങനെ ഒരുപാട് ജാറങ്ങൾ. അവിടെയൊക്കെ പോയിട്ട് ഹജ്ജിന് പോയിട്ടുള്ള, ഉംറക്ക് പോയിട്ടുള്ള
ഹജ്ജിനൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ ചെന്ന് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നാഥാ നിന്റെ വിളി കേട്ടിതാ ഞാൻ വന്നിരിക്കുന്നു, ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇങ്ങനെയുള്ള ജാറങ്ങളിൽ വന്നിട്ട് അവിടെ തവാഫ് ചെയ്യുന്നു, അവിടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ പ്രസാദം എണ്ണ അത് വാങ്ങി തലയിൽ തേക്കുന്നു, അത് പിന്നെ കഴിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ശിർക്കിലകപ്പെട്ട ഒരു സമുദായമാണ് നമ്മുടെ സമുദായം എന്ന് ആലോചിക്കുക. അപ്പം നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന്. അത് മാത്രമാണോ? നിഫാഖ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കപട വിശ്വാസം. അതാണ് പരിശുദ്ധ ഖുർആനിൽ ചില ആളുകൾ മനസ്സിലാക്കിയ എന്താ പറയുക, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ പനി വന്ന, തലവേദന വന്ന, ക്യാൻസർ വന്ന അതിനുള്ള ചികിത്സക്കുള്ള ഒരു ചികിത്സാ ബുക്കാണ് ഖുർആൻ. അതല്ല, മറിച്ച് ഷിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്, ഈ കപട വിശ്വാസത്തിൽ നിന്ന് പരലോകമുണ്ടോ ഇല്ലേ, സ്വർഗമുണ്ടോ ഇല്ലേ, അതൊക്കെ വെറുതെ പറയാണ്, അതൊക്കെ കെട്ടുകഥയാണെന്നൊക്കെയുള്ള ചില ആളുകളുടെ തോന്നലുകളുണ്ടല്ലേ, സംശയരോഗം എന്ന് പറയും. ഇതിനൊക്കെയുള്ള മരുന്നാണ്, ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ, അതിന്റെ 82-ാമത്തെ വചനം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്ക് കാരുണ്യവും അതുപോലെ തന്നെ ഔഷധവുമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. സത്യവിശ്വാസികൾക്ക് കരുണയാണ്, അവർക്ക് ഔഷധമാണ്. ഔഷധം എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള നിഫാഖ്, കപട വിശ്വാസം. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചില ആളുകൾ ഇബാദത്ത് ചെയ്യുകയാണ്, അവർ 5 നേരം പള്ളിയിൽ പോകുന്നു, ധാരാളം സക്കാത്തും സദഖയൊക്കെ ചെയ്യുന്നു, അതുപോലെ ഖുർആൻ ക്ലാസ്സുകൾ, കാര്യങ്ങൾ. പക്ഷേ ആളുകളെ കാണിക്കാനും ആളുകളുടെ അംഗീകാരത്തിനുമൊക്കെ അത് വലിയ തെറ്റാണ്. റിയാ എന്ന് പറയും, പ്രകടനപരത എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി എതിർത്തിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് മഹാന്മാരുടെ പല പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കാണാം, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൽ കുഫ്രി വൻ നിഫാഖി വറിയാ. നാഥാ എൻ്റെ ഹൃദയത്തെ കുഫറിൽ നിന്നും, അതുപോലെ ഷിർക്കിൽ നിന്നും, അതുപോലെ നിഫാഖിൽ നിന്നും, റിയായിൽ നിന്നും ആളുകൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള സകല ഇബാദത്തുകളും, അതൊരു സ്വലാത്താകട്ടെ, ദിക്റാകട്ടെ, ഇതൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചതാണല്ലോ. അതൊക്കെ എന്തിനാ? അതൊക്കെ റബ്ബിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട്. അങ്ങനെയാ സ്വർഗത്തിൻ്റെ അഖിലുകാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സൂറത്തു അൽ ഇൻസാനിൽ പറയുന്നുണ്ട്, പാവപ്പെട്ട സാധുക്കളായ നിരാലംബരായ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ വിശന്നൊട്ടിരിക്കുകയാണ്, അവരുടെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അല്പം ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും നന്ദി പറയുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുന്നത്. അതാണ് ഖുർആൻ പറയുന്നത്. തികഞ്ഞ ആത്മാർത്ഥത. സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂലിന്റെ പ്രാർത്ഥനകളൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ, ഇഖ്ലാസോടുകൂടിയാണ് റസൂലുള്ളാഹിന്റെ ഓരോ സംഗതികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് കൈകെട്ടും. അങ്ങനെ കൈകെട്ടിക്കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയുമല്ലോ, വജ്ജഹ്തു എന്ന് പറയാറില്ലേ. ഒട്ടനവധി പ്രാർത്ഥന ഹദീസുകളുടെ ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണാം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. റബ്ബേ, കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ എന്നെയും എൻ്റെ പാപങ്ങളെയും നീ അകറ്റണമേ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പറയാം, അല്ലാഹുമ്മ ഗസ്സിൽനി മിൻ ഖത്വായായ,
കമാ യുനക്ക തൗബുൽ അബിയദു മിനദ് ദനസ്, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ചെളിയിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ എൻ്റെ മനസ്സിനെ പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിക്കാണ്. അങ്ങനെ വളരെ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ, എന്തെല്ലാം കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നാൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ചോ അത് നിർബന്ധമാണ്. നബിയെക്കുറിച്ച് സ്വഹീഹ് ബുഖാരിയിൽ കാണാം, റസൂലുള്ള രാത്രിയുടെ അവസാന ഘട്ടത്തിലൊക്കെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ, ആ പായയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കാൻ, ഇരുന്ന ഉടനെ ആ ഉറക്കിൽ നിന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. റബ്ബിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ ഒരാളുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? നാഥാ നിനക്ക് സ്തുതി, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച നാഥാ നിനക്കാണ് ഹംദുകൾ, നിനക്കാണ് സർവസ്തുതിയും. ആ സ്തുതികളുടെ വാക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. നമ്മളങ്ങനെ പറയണം. ഉറക്കം ഒരു മരണമാണ്. ഉറക്കം എന്ന് പറയുന്നത് ചെറിയ മരണമാണ്. ഖുർആൻ പറയുന്നതാ. മരണം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ നാട്ടിൽ അവിടെയുള്ള ഒരു സ്കൂളുണ്ട്, ചെറിയ സ്കൂള്. അവിടെയുള്ള ഒരു ടീച്ചർക്ക് 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ ഈ ആൺകുട്ടിക്ക് പറഞ്ഞാൽ ഒരു 19 വയസ്സാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അവർ 4 മാസം മുമ്പ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് നല്ലൊരു കുട്ടി. ആ കുട്ടിക്ക് 1 മാസം മുമ്പ്, കറക്റ്റ് പറഞ്ഞാൽ ഈ ക്രിസ്മസ് അവധി ഉണ്ടല്ലോ, ഡിസംബർ 29, ആ സമയത്ത് ആ കുട്ടിക്കൊരു തലവേദന വന്നു. ആ തലവേദന കിഡ്നിയെ ബാധിച്ചു. 2 കിഡ്നിയും നഷ്ടപ്പെട്ടു. മിനിഞ്ഞാന്ന് ആ കുട്ടി മരണപ്പെട്ടു. 19 വയസ്സുള്ളൊരു കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള അഹങ്കാരങ്ങൾ മാറ്റിവെച്ച്, മറ്റുള്ള വിദ്വേഷങ്ങൾ മാറ്റിവെച്ച്, കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്ത് പരലോക ചിന്തയോടുകൂടെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹിഹായ സുന്നത്തൊക്കെ പാലിച്ച് അങ്ങനെ നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കുക. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാവണം. അതാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പോലും ആ പ്രാർത്ഥന പറയുമ്പോൾ, അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച നാഥാ നിനക്ക് സ്തുതി, വഇലൈഹിൻ നുശൂർ, നിന്നിലേക്കാണല്ലോ എല്ലാവരുടെയും ഒരുമിച്ച് കൂട്ടൽ എന്നുള്ളതാണ്. അതാണ് ആ പ്രാർത്ഥനയിൽ പോലും മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എന്നിട്ട് ബുഖാരിയിൽ കാണാം, സഹീഹ് ബുഖാരിയിൽ 183-ാമത്തെ വചനം, നബി എന്ത് ചെയ്യും? ആ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ വൊളു എടുക്കാതെ ആ പ്രാർത്ഥന ചൊല്ലിയ ശേഷം സൂറ ആല ഇമ്രാൻ ഉണ്ടല്ലോ, 3-ാമത്തെ അധ്യായം, അതിൻ്റെ അവസാനത്തെ ഒരു 10 ആയത്തുകൾ ഓതുന്ന ഹദീസിൽ കാണാൻ, ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഇദൻ തസഫൽ ലൈൽ, രാത്രിയുടെ മധ്യം വരെ, പകുതി വരെ ഉറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? ഇസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ഉറക്കം നിന്ന് എഴുന്നേൽക്കുക. ഫജലസ യംസഹു നൗമ അൻ വജ്ഹി ബിയദി, തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തടവും, ആ ഉറക്ക ചടവൊക്കെ ഒന്ന് മാറാൻ. അത് അങ്ങോട്ട് തടവി, ثم قرأ العشر الآيات الخواتم من سورة آل عمران, സൂറ ആല ഇമ്രാനിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ ഓതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا
സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ആയത്തുകളും പ്രാർത്ഥനകളുമാണ്. ആകാശങ്ങളുടെ, ഭൂമിയുടെ, അതുപോലെ രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക, ഇരുന്ന് ചിന്തിക്കുക, നടന്ന് ചിന്തിക്കുക, കടന്നുകൊണ്ട് ചിന്തിക്കുക. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കുദറത്തിനെ കുറിച്ച്, ഈ പ്രകൃതിയെക്കുറിച്ച്, റബ്ബിൻ്റെ ആ അപാരമായ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോ എന്താ പറയുന്നത്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ. നാദാ, ഈ മഹാപ്രപഞ്ചം നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. ഇത് കളിക്കും തമാശക്കും വേണ്ടി സൃഷ്ടിച്ചതല്ല. ഈ ദുനിയാവ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതെ, നമുക്ക് ജീവൻ തന്നത്, നമുക്ക് മരണം തന്നത്, ഈ ആരോഗ്യം തന്നത്, ഈ ചോരയും നീരും തന്നത്, അതിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താ? അപ്പൊ നമ്മളൊക്കെ ദിവസേന ഓതേണ്ടുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ കാണാം, 30 ആയത്തുകളുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ട്. വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. അപ്പൊ അതിലെന്താ പറയുന്നത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണവൻ. എന്തിനെ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടി. ജീവിതത്തിന്റെ ലക്ഷ്യം, ഒരു ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബദാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചത് എന്ന്? അങ്ങനെയല്ല. ഫഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കേണ്ട കൂട്ടരെ. പരലോകം സത്യമാണ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, ഹിസാബ് സത്യമാണ്. നല്ല മനുഷ്യർക്ക് വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുക എന്നുള്ളത് അത് സത്യമാണ്. ചീത്തയാളുകൾക്കോ ഇടത് കൈയിൽ അവരുടെ കർമ്മങ്ങളുടെ രേഖ കിട്ടുക എന്നുള്ളത് അത് സത്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളായ ഫാത്തിമയോട് പറഞ്ഞല്ലോ, മോളെ സലീനി മിൻ മാലി മാ ശിഅ്തി. എൻ്റെ സമ്പത്തിൽ നിന്ന്, എൻ്റെ പണത്തിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ. നാളെ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് ഉപകാരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ ആ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ഈമാൻ നന്നാക്കണം. നമ്മുടെ തൗഹീദ്, നമ്മുടെ ഈമാൻ നന്നാക്കണം. എന്നിട്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യണം. നിരന്തരമായി നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ ചെയ്യണം. റബ്ബിനോട് പാപങ്ങൾ പുറത്തു തരാൻ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ലോകത്തിന്റെ നേതാവല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന 100 തവണയൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നബി. ഒരു ഹദീസിൽ സഹീഹ് മുസ്ലിമിലൊക്കെ കാണാം, റിയാദുസ് സാലിഹീൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ വതൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. 100 തവണയെങ്കിലും ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യുന്ന. ആ വചനത്തിന്റെ ഒരു സാരം അതാണ്. ധാരാളമായിട്ട് നമ്മളൊക്കെ റബ്ബിന് എത്ര ശുക്ർ ചെയ്താലും മതി വരില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ അല്ലാഹുവിനോട് പറയാൻ. എന്നിട്ട് പറയാണ്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. നാഥാ, നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചു എങ്കിൽ ഫഖദ് അഖ്സൈത, അവൻ നിന്ദനായി കഴിഞ്ഞു, അവൻ അപമാനിതനായി. വമാലിൽ വാലിമീന മിൻ അൻസ്വാർ, അവന് യാതൊരു സഹായികളും ഉണ്ടാവുകയില്ല. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ പിന്നീട് പറയുന്നത്, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ.
നാഥ, ഞങ്ങൾ വിളിച്ച് പറയുന്ന ഒരാളെ ഞങ്ങൾ കേട്ടു. മുനാദിയൻ, വിളിച്ചു പറയുന്ന ഒരാളെ കേട്ടു. ഒരു പ്രബോധകനെ. എന്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അൻ ആമിനൂ ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്നാണ് ആ വിളിച്ചു പറയുന്ന ആ പ്രബോധകനായിട്ടുള്ള അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ, എല്ലാം പുറത്തു തരണേ എന്നാണ്. പുണ്യം ചെയ്യുന്ന ആളുകൾ, സജ്ജനങ്ങൾ, അവരുടെ കൂടെ മരണപ്പെടാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്ക് തരണേ എന്നാണ്. എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ പോരാ, ഈമാനോടുകൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ തന്നെ ഈ ആയത്തുകളൊക്കെ, ഈ പ്രാർത്ഥനകൾ കേവലം ആയത്തുകൾ മാത്രമല്ല, ദുആയാണത്. എന്നിട്ട് വീണ്ടും പ്രാർത്ഥന, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക്, നിന്റെ റസൂലുകൾ മുഖേന ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. എന്നിട്ട് പറയാ, വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാഥ ഞങ്ങളെ നീ അപമാനപ്പെടുത്തല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്തിട്ടുള്ള, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത, അതിരുവിട്ട് ചെയ്തിട്ടുള്ള എന്തെല്ലാം ദോഷങ്ങൾ, എന്തെല്ലാം തിന്മകൾ, എന്തെല്ലാം പാപങ്ങൾ, ആ പാപങ്ങളൊക്കെ നാളെ നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹു പ്രദർശിപ്പിച്ചാൽ എത്ര അപമാനിതനാകേണ്ടി വരും. അതുകൊണ്ടാണ് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ അപമാനപ്പെടുത്തല്ലേ, ഞങ്ങളെ നിന്ദിക്കല്ലേ. ഇബ്രാഹിം നബി അതാ പ്രാർത്ഥിച്ചത്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. 26-ാം അധ്യായം സൂറത്തുൽ ശുഅറയിൽ ഇബ്രാഹിം നബിയുടെ ഒട്ടനവധി പ്രാർത്ഥനകൾ കാണാം, ആയത്തുകൾ, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ. അതിൽ കാണാം, നാഥ ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എന്നെ അപമാനപ്പെടുത്തല്ലേ എന്ന്. ആരാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബുൽ അംബിയ എന്നാണ് ഇസ്ലാമിക ചരിത്രം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നാമകരണം. അംബിയാക്കന്മാരുടെ പിതാവ്. അത്രമാത്രം അത്ര വിശിഷ്ടമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തില് അതുല്യമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഖലീലുള്ള അള്ളാഹിന്റെ മിത്രം എന്നാണ്. അങ്ങനെയുള്ള സ്ഥാനത്തിന് അർഹനായിട്ടുള്ള ആ നബി പ്രാർത്ഥിക്കുകയാണെന്ത്? നാഥാ പരലോകത്ത് എന്നെ അപമാനപ്പെടുത്തല്ലേ എന്ന്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. അള്ളാഹിന്റെ കിതാബ്, അള്ളാഹിന്റെ റസൂലിന്റെ സഹിയായ തിരുസുന്നത്ത്, ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, പ്രിയമുള്ളവരെ, ജിന്നിനെയോ മലക്കിനെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ശിർക്ക് ചെയ്യുന്ന നന്ദികെട്ട വിഭാഗത്തിൽ ഒരിക്കൽ നമ്മൾ പെട്ടുകൂടാ. എന്ത് വന്നാലും ശരി, കറകളഞ്ഞ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട്, ഈമാനോടുകൂടെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങൾ നോക്കൂ, നാളെ പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ അത് മറ്റൊരു ലോകമാണ്. നമ്മൾ പിന്നെ എത്ര പരലോകം പറഞ്ഞാലും എത്ര മരണം പറഞ്ഞാലും ആളുകൾക്ക് ഒരു ബേജാറോ വെപ്രാളോ ഒരു ഭയമൊക്കെ കമ്മിയായി തുടങ്ങാണ്. പക്ഷേ അള്ളാഹു ആവർത്തിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ്. ഇപ്പൊ ആയത്തുൽ കുർസിയിൽ എന്താണുള്ളത്? അതിൽ പറയണ്ടല്ലോ, ആരുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്തുവാൻ എന്നാണ്. പരലോകത്ത് ശുപാർശ ചെയ്യുവാൻ, ശഫാഅത്ത് നടത്തുവാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. അള്ളാഹിന്റെ അനുവാദം വേണം, അള്ളാഹിന്റെ തൃപ്തി വേണം. അതുള്ള ആളുകൾക്കേ കഴിയുള്ളൂ. അതല്ലാതെ എൻ്റെ കുടുംബമാണ്, എൻ്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യുവാൻ
എൻ്റെ ഷെയ്ഖാണ്, എൻ്റെ ഉസ്താദാണ് എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യുവാൻ കഴിയില്ല. ആ പരലോകം എന്ന് പറയുന്നത് യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ലോകമാണ്. 36-ാം അധ്യായം സൂറ യാസീനിൽ എന്താ പറയുന്നത്? അതിന്റെ 65-ാമത്തെ വചനം, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ആ ദിവസമുണ്ടല്ലോ അന്ന് അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ സമ്പാദിക്കുന്നതിന് അവരുടെ കാലുകൾ നമ്മോട് സാക്ഷ്യം വഹിക്കും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കാണ്. അവരുടെ കർമ്മങ്ങളുടെ രേഖ അവർ വലത് കൈയിലാണ് വാങ്ങുക. അതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഹൃദ്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉംഖറഊ കിതാബിയ, എന്നാൽ ഏതൊരുവന്റെ വലത് കൈയിലാണോ അവന്റെ കർമ്മങ്ങളുടെ ഗ്രന്ഥം നൽകപ്പെടുന്നത്, അവന് സന്തോഷത്തോടുകൂടെ പറയും, ഇതാ എൻ്റെ കർമ്മങ്ങളുടെ പുസ്തകം, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് അങ്ങനെ അവന് സൗഭാഗ്യം ഉണ്ടാകാനുള്ള കാരണം? എന്താ? ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു നാളെ ഒരു ഹിസാബ് ഉണ്ടാകും, ഒരു വിചാരണ ഉണ്ടാകും. ഓരോ സംഗതിക്കും ആ മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ചിന്ത, ആ ഒരു ഈമാൻ അവനുണ്ടായിരുന്നു. എന്നാലോ കുറെ പാപികളായ ദോഷികളായ ആളുകൾ അവർ ഇടത് കൈയിലാണ് ഗ്രന്ഥം വാങ്ങുക. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഇടത് കൈയിൽ കർമ്മങ്ങളുടെ രേഖകൾ വാങ്ങുന്നവർ അവർ ദുഃഖിച്ച് വ്യസനം കൊണ്ട് പറയും, ഇങ്ങനെ ഒന്ന് ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ അങ്ങനെയുള്ള ആ പരലോകത്ത് രക്ഷ പ്രാപിക്കുവാൻ, സഹോദരങ്ങളെ, സ്വർഗം നേടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നാവുക, എല്ലാവിധ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നന്മയുടെ ആളുകളായി മാറുക. പരിശുദ്ധനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും ഒക്കെ വിട്ടു നിൽക്കുവാനും നല്ല മനുഷ്യരായി ജീവിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, നമ്മുടെ ഈ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകകൾ, അല്ലാഹുവേ അർഹമുർ-റഹീമീനായ നാഥാ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് അവിടെ നിത്യവാസികളാക്കി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. പലരും പ്രാർത്ഥിക്കാനായിട്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ ശിഫ നൽകി, നിന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് നീ ശിഫ നൽകി അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനും കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമേ. റഹ്മാനായ നാഥാ, ഈ മഹത്തായ പ്രസ്ഥാനം, തൗഹീദിന്റെ പ്രസ്ഥാനം, അതിനെ എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ബിദ്അത്തുകൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പോരാടുന്ന നിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമായി നീ അനുഗ്രഹിക്കണമേ നാഥാ. ഒരു പ്രയാസവും ഒരു അപകടവുമില്ലാതെ സന്തോഷമായിട്ട് സമ്മേളനം നടത്തുവാനുള്ള അനുഗ്രഹം, തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ നാഥാ. ആ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനമാണ്. ഒരപകടവുമില്ലാതെ ആ സമ്മേളനം തുടക്കം മുതൽ ഒടുക്കം വരെ ഭംഗിയായി നടത്തുവാൻ റഹ്മാനായ നാഥാ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, റഹ്മാനായ നാഥാ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, ഇത്തരം നന്മകൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. മനസ്സിന്റെ കോണിൽ അഹങ്കാരത്തിന്റെ, കാപട്യത്തിന്റെ, നിഫാഖിന്റെ, അതുപോലെ തെറ്റായ കാര്യങ്ങളുടെ
ഒരംശവുമില്ലാതെ തികഞ്ഞ ആത്മാർത്ഥതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.